നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 329 എപ്പിസോഡാണിത്. കുറച്ചുനാൾ ആറ്റുകാൽ ഉത്സവത്തിൻ്റെയും ഞങ്ങളുടെ നാട്ടിലെ കൊഞ്ചലുള്ള ഭഗവതി ക്ഷേത്രത്തിലെയും ഉത്സവങ്ങളും അതിൻ്റെ തിരക്കുകളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം അതിനു മുന്നേ എൻ്റെ മകൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായി പല കാര്യങ്ങളും വ്യാപൃതനായിരുന്നു. ഇന്ന് ഒരു സന്തോഷമുള്ളൊരു ദിനം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ. മറ്റൊന്നുമല്ല, കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാം 18/7/2024 തുടങ്ങുന്നത്. ഏകദേശം 328 പേരെ നേരിൽ കണ്ടതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളും കുറിപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ കൂടി ഏകദേശം 10-20 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ സന്തോഷമുള്ള ദിവസമാണെന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ 109 എപ്പിസോഡ് ലോകപ്രശസ്ത എഴുത്തുകാരനായ ശ്രീ നീല പത്മനാഭനെ കുറിച്ചിട്ടാണ്. അതേപ്പറ്റി ഞാനിപ്പോൾ വിസ്തരിച്ച് വീണ്ടും പറയുന്നില്ല. അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം എൻ്റെ 48 ഉദയവും 47 അസ്തമയവും എന്ന നോവലിന് അവതാരിക എഴുതിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും പിന്നീട് ഒത്തിരി തവണ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 89 വയസ്സോളമായി എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ ഈയിടയ്ക്കും ഞാനും എൻ്റെ ശ്രീമതിയും കൂടെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. മുന്നിലേക്കാളും കൂടുതൽ ഊർജ്ജസ്വലനായി കാണപ്പെട്ടു എന്നതാണ് പ്രത്യേകത. ഇവിടെ സന്തോഷത്തിൻ്റെ ഒരു വെളിച്ചം എൻ്റെ മനസ്സിൽ കടന്നു വന്നത് 109 എപ്പിസോഡിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാനത് വിശദമായിട്ട് ആ എപ്പിസോഡിൽ പറയുകയും അദ്ദേഹം അത് കാണുകയും ഒക്കെ ചെയ്തു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രശസ്ത എഴുത്തുകാരനായ എസ് സുരേഷ് കുമാർ അതിനെ തമിഴിലേക്ക് മൊഴിമാറ്റം നടത്തുകയും എണ്ണങ്ങൾ വണ്ണങ്ങൾ എന്ന കൃതിയിൽ എൻ്റെ ആ വാക്കുകൾ ചേർക്കുകയും ചെയ്തു എന്നത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ചരിത്രത്തിൻ്റെ രേഖകളിൽ, പുസ്തകത്തിൻ്റെ താളുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകളും ഒപ്പം ഞാനും അദ്ദേഹവുമായിട്ടുള്ളൊരു ഫോട്ടോയും ഒക്കെ കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ് ഭാഷയിൽ ആ പുസ്തകം പുറത്തിറങ്ങിയത്. തമിഴ് വായിക്കാൻ അറിയില്ലെങ്കിലും തമിഴ് ഭാഷയോടുള്ള ഇഷ്ടവും എൻ്റെ ആദ്യത്തെ വാക്കുകൾ തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്തു വന്നതും ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 5 പേജോളം ഉള്ള ഒന്നായി അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിയിൽ ചേർക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയിൽ എൻ്റെ വാക്കുകൾ വരുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു വലിയ അവാർഡായി ഞാൻ കാണുന്നു. അതിൻ്റെ ആ തമിഴ് വേർഷൻ ഇടയ്ക്ക് എഴുത്തുകാരനായ സുരേഷ് കുമാർ എനിക്ക് അയച്ചു തരികയും അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കൊടുക്കുകയും ചെയ്തു. ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഒരു വലിയ ആദരവാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ
കൃഷ്ണശിലയായി എന്ന് തുടങ്ങിയതിൽ നിന്നും ലഭിച്ച ഒരു വലിയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിയിൽ എൻ്റെ വാക്കുകൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യവും ഒപ്പം അദ്ദേഹത്തോടുള്ള ബഹുമാനവും വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ VR ഗോപിനാഥിനെ കുറിച്ചിട്ടാണ്. സിനിമ തലയ്ക്ക് പിടിച്ച് സിനിമാ ജ്വരം കൊണ്ട് നടക്കുന്ന ഒരു കാലം. ആ കാലത്ത് നിരവധി പേരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഓർമ്മകളുടെ പൂക്കാലം നിറഞ്ഞ ആ കാലത്താണ് ഞാൻ ശ്രീ VR ഗോപിനാഥിനെ കാണുന്നത്. അദ്ദേഹവും ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും ഒക്കെ കൂടി ശാസ്ത്രമംഗലത്തെ വീട്ടിൽ വെച്ചും പിന്നീട് തമ്പാനൂരെ എൻ്റെ വീട്ടിൽ വെച്ചും നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതിലുപരി അദ്ദേഹം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ മാനേജറായി വർക്ക് ചെയ്യുമ്പോഴും സിനിമാ മോഹങ്ങൾ, അന്ന് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ നിരവധി തവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്നേഹധനനായ ഒരു വ്യക്തി. സിനിമാ മോഹത്തിൻ്റെ കെട്ടുകാഴ്ചകൾ തലയിലേറ്റ് നടന്ന ആ കാലത്താണ് അദ്ദേഹവുമായി സൗഹൃദം പങ്കിടുന്നത്. അദ്ദേഹവും ഞാനുമായിട്ടുള്ളൊരു ഫോട്ടോ ഇതിലുണ്ട്, ഏകദേശം 30-35 വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ ജീവിത പ്രയാണത്തിൽ ഞാൻ ഗൾഫിൽ പോവുകയും 10-12 വർഷക്കാലം പല രാജ്യങ്ങളിലായി സേവനം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും മടങ്ങി വന്ന് എഴുത്തും വായനയൊക്കെ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ സ്പാർക്ക് മീഡിയ എന്ന ചാനലിലൂടെ ശ്രീ ജാജയ് സ്പോൺസറായിട്ടുള്ള ആ ചാനലിൽ എൻ്റെ ശങ്കജം എന്ന നോവൽ 36 എപ്പിസോഡുകളായി അതിൽ ഞാൻ തന്നെ വായിച്ച് അവതരിപ്പിക്കുകയാണ്. അതും ഏകദേശം 1.5 വർഷക്കാലം എടുത്തു. അതിൻ്റെ ചിത്രീകരണവും വിവിധ സ്ഥലങ്ങളിലുമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ചിത്രീകരണം നടത്തിയത്. ഇന്നും ഒരുപാട് പേർ അത് നോക്കിക്കാണുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ അത് കേൾക്കുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഗൾഫ് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ക്രോഡീകരിച്ച 8 വർഷം കൊണ്ട് എഴുതിയ ശങ്കജം എന്ന നോവൽ, അതിൻ്റെ ആദ്യ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.5 വർഷത്തിന് മുമ്പാണ് ഞാനും സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീമതി ശ്രീജാജയും കൂടി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അങ്ങനെ ശബ്ദലേഖനത്തിന് 4 ദേശീയ അവാർഡുകളോളം ലഭിച്ച കൃഷ്ണനുണ്ണി എന്ന, ഞാൻ കൃഷ്ണേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹവുമായി എൻ്റെ ഈ നോവലിന് ഒരു ഇൻട്രഡക്ഷൻ ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ ജീൻസ് പാൻറ്റും ഇളം നീല നിറത്തിലുള്ള ഷർട്ടുമിട്ട് മുടിയെല്ലാം ഒരു പ്രത്യേക കോലത്തിൽ കണ്ട ഒരു വ്യക്തി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ 2-3 പ്രാവശ്യം അതുവഴി കടന്നു പോകുന്നു. കൃഷ്ണനുണ്ണിയുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ നോവലിൻ്റെ ഇൻട്രഡക്ഷന് വേണ്ടി ശ്രീ കൃഷ്ണനുണ്ണിയുടെ വാക്കുകൾ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, സ്പാർക്ക് മീഡിയയ്ക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു ഏകദേശം 6 മണിയോടടുപ്പിച്ച് ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ക്യാൻറ്റീനിൽ ചെന്ന് ഞങ്ങൾ മൂവരും ചായയും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും അതുവഴി കടന്നു പോകുന്നു. എന്തൊക്കെയോ കൃഷ്ണനുണ്ണിയായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം മടങ്ങുന്നു. പോയി കഴിഞ്ഞ് അദ്ദേഹം ക്യാൻറ്റീനിലിരുന്നാൽ കാണാം ചിത്രാഞ്ജലി സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം നടന്നു പോകുന്ന ഒരു ലോങ് ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നടന്നുപോയി കഴിഞ്ഞ ശേഷമാണ്
എന്നോട് പറഞ്ഞത്, ശരവണ കൃഷ്ണൻ പോയ ആളിനെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല കൃഷ്ണേട്ടാ, അത് VR ഗോപിനാഥാണ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. 35 വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ മാറ്റങ്ങൾ, എന്നിലെ മാറ്റങ്ങളും പരസ്പരം മനസ്സിലായില്ല എന്ന് മാത്രമല്ല, വീണ്ടും സംസാരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ അയ്യോ കഷ്ടമായി പോയല്ലോ കൃഷ്ണേട്ടൻ പറയാത്തെന്താ, ഞാൻ കരുതി ശരവണൻ അറിയാം എന്ന്. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടൽ. 6:30 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്നും പോകണം. ആ തിരക്കുകൾ, അതിനിടയിൽ ഞാനൊന്ന് പരിശ്രമിച്ചു ഗോപിയേട്ടനെ ചെന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് മടങ്ങാം എന്ന് കരുതി പുറത്തേക്ക് സ്റ്റുഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ആ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ കൃഷ്ണനുണ്ണി വേറൊരു ചിത്രത്തിൻ്റെ ഡിസ്കഷൻസ്, അതിൻ്റെ റെക്കോർഡിങ്ങും മറ്റു കാര്യങ്ങളും അവിടെ നടക്കുന്നു. അതിൽ വ്യാപൃതനാണ്. വീണ്ടും കാണാൻ കൃഷ്ണേട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ശ്രീജയെ അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഓടിക്ക് തച്ച് റെക്കോർഡിംഗ് തിയേറ്ററിൽ ചെന്നപ്പോൾ അദ്ദേഹം ക്യാബിനകത്ത് ആണ്. പുറത്ത് കുറച്ചു നേരം കാത്തു നിന്നു. അവിടെ പ്രശസ്ത സൗണ്ട് ശബ്ദലേഖനായ ദേവദാസ് സാറിൻ്റെ മകനാണ് അന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലിരിക്കുന്നത്. അദ്ദേഹവുമായി കണ്ട് സംസാരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. എങ്കിലും ഡോർ തുറന്ന് ഞാൻ ചോദിച്ചു, ഗോപിയേട്ടൻ ഇതിനകത്തുണ്ടോ അതോ റെക്കോർഡിംഗ് റൂമിലാണോ? അയ്യോ, ഇപ്പോൾ കയറിയതേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ വിളിക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ അതിനൊരു തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഒരു 5 മിനിറ്റ് ക്യാബിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഇപ്പോഴെങ്ങും ഇറങ്ങുന്ന ലക്ഷണമില്ല എന്ന് കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനൊരു തുണ്ടെഴുതി ഒരു കാർഡ്, ഒരു വിസിറ്റിംഗ് കാർഡ് റെക്കോർഡിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് ഗോപിയേട്ടൻ്റെ കയ്യിൽ കൊടുക്കണം, കണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ സൗണ്ട് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു അല്പസമയം വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം. അദ്ദേഹം ഇപ്പം ജസ്റ്റ് കയറിയതേ ഉള്ളൂ, ഉടനെ എങ്ങും തുടങ്ങില്ല, അതിൻ്റെ ഇതെല്ലാം നോക്കിയിട്ടേ റെക്കോർഡിങ് തുടങ്ങുള്ളൂ. പുതിയൊരു ചിത്രത്തിൻ്റെ ഡബിങ്ങും മറ്റും അവിടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, പോകണം, ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വന്ന് അദ്ദേഹത്തെ വന്ന് കാണാം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരക്കിട്ട് പുറത്തിറങ്ങി ഓഫീസിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഞങ്ങൾ വന്ന ഓട്ടോക്കാരൻ തിരക്ക്. ഉടനെ തന്നെ ഷീജ പറഞ്ഞു, ഇത്രയും വൈകി ഇനിയെങ്കിലും പോകണം. നമ്മൾ ഇതാ വരുന്നു. ഞാൻ ഓട്ടോയിൽ കയറുന്നതും അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴും നേരിൽ കണ്ട് സംസാരിക്കാൻ കഴിയില്ല. എല്ലാം ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു വലിയ കലാകാരൻ, അദ്ദേഹം ചെയ്ത നിരവധി ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയ് മാസ പുലരിയിലാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംവിധാനത്തിൽ ബിരുദം നേടി നാട്ടിൽ വന്ന് നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുകയും സിനിമ സംവിധാനം ചെയ്യുകയും ദേശീയ അവാർഡ് ഉൾപ്പെടെ നേടുകയും ഇപ്പോഴും കർമ്മനിരതനായി അഭിനയ രംഗത്തും എഡിറ്റിംഗ് രംഗത്തും അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലും വ്യാപൃതനായ ഒരു വലിയ വ്യക്തിത്വം. കാലത്തിൻ്റെ കടന്നുപോക്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നവർ, നോക്കിക്കാണുന്നവർ ഒരു സംവിധായകൻ്റെ മികവ് എത്രമാത്രം എന്ന് തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം സ്റ്റുഡിയോ മാനേജറായിട്ടിരിക്കുമ്പോഴും നിരവധി തവണ കാണാനും സംസാരിക്കാനും ഇടയുണ്ടായി. പക്ഷേ 35 വർഷത്തെ ഒരു വ്യക്തിയുടെ മാറ്റങ്ങൾ അത് ചിലപ്പോൾ നമ്മെ
പരസ്പരം അറിഞ്ഞില്ല അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമെങ്കിലും ഓർത്തെടുക്കുമ്പോൾ ഓർമ്മിക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ. ശരവണ എന്തിന് വിഷമിക്കുന്നു? ശരവണൻ അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ എന്തും ചെയ്യാമല്ലോ. കാലം ഒരു പട്ട് പരവതാനി പോലെ കിടക്കുകയല്ലേ. ഞാൻ കണ്ടില്ലേ, ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ കാലം എത്ര കടന്നുപോയാലും നമ്മളിലെ കല, നമ്മളിലെ ചിന്തകൾ, നമ്മളിലെ തോന്നലുകൾ അത് പ്രോജ്വലമായി തന്നെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ എന്ന് മുമ്പൊരിക്കൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ മാനേജറായി വർക്ക് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എന്നോട് പറഞ്ഞ ഇന്നും എൻ്റെ മനസ്സിൽ തെളിയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു ബ്രീഫ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്ര പഠനം പൂർത്തിയാക്കി 1980 മുതൽ സജീവം. സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഗ്രീഷ്മം 1980, ഒരു മെയ് മാസ പുലരിയിൽ 1987, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി 1990, പൂത്തിരുവാതിര രാവിൽ 1997, അവർ ലേഡി ഓഫ് ലൂർദ് 2007. അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്ന സിനിമയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. സംവിധാനത്തിന് പുറമെ എഴുത്ത്, അഭിനയം, എഡിറ്റിംഗ് എന്നിവയിലും താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മികവുറ്റ ചിത്രങ്ങളിൽ എൻ്റെ മനസ്സിനെ കൂടുതൽ ആകർഷിച്ച ഗ്രീഷ്മവും ഒരു മെയ് മാസ പുലരിയുമാണ്. കാലചക്രത്തിൻ്റെ കറങ്ങിത്തിരിയലിൽ ഓരോരോ സംവിധായകരെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ, ഓരോരുത്തരുടെ സൃഷ്ടികളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചില ചിത്രങ്ങളുണ്ടാവും. ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ കലാകാരനും അല്ലെങ്കിൽ ഓരോ ആസ്വാദകനും ഓരോരുത്തരും ഓരോ തലത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ സിനിമ എന്ന മേഖലയിൽ വി.ആർ. ഗോപിനാഥ് എന്ന സംവിധായകൻ്റെ പേര് തങ്കലിപികളിൽ തന്നെ എഴുതി ചേർക്കപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഇനിയും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യട്ടെ. പഴയകാല ഓർമ്മകൾ മനസ്സിൽ തികട്ടി വരുമ്പോഴും ലാളിത്യത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വം. ഞാനൊരു കലാകാരനാണ് എന്ന് നെറ്റിയിൽ ലേബൽ എഴുതി ഒട്ടിക്കാതെ തന്നെ ഒരു കലാകാരൻ്റെ വശ്യത, ഒരു കലാകാരൻ്റെ ആഠ്യത്വം, ഒരു കലാകാരൻ്റെ നന്മ നിറഞ്ഞ പെരുമാറ്റം, അതെല്ലാം നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. വി.ആർ. ഗോപിനാഥ് എന്ന വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.